പറഞ്ഞു, നേരത്തെ തന്നെ തുടങ്ങി. അഡ്വാൻസ് നമ്മളെല്ലാം ഇപ്പോൾ അഡ്വാൻസ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് വളരെ നന്നായി. കാരണം ഒന്നും ഇല്ലാതിരിക്കുന്നതല്ല, വളരെ മുമ്പേ തന്നെ നടത്തുന്നത് വളരെ നല്ല കാര്യമാണ്. ആദ്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വരാൻ പോകുന്ന ഓണത്തിന് ആശംസകൾ. നല്ല സന്തോഷപ്രദമായ ഓണം ആഘോഷിക്കുവാൻ എല്ലാവർക്കും അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തുടങ്ങാം. കരയോഗ പ്രവർത്തനം നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനം തുടങ്ങിയിട്ട് 97 വർഷം കഴിഞ്ഞു. ഈ 97 വർഷം കൊണ്ട് ഈ രാജ്യത്തിനും നായർ സമുദായത്തിനും ഒക്കെ ഏറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ രാജ്യത്തിനുണ്ടായ മാറ്റം നമ്മൾക്കറിയാം. സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ 60-65 വർഷത്തിന്റെ മാറ്റം ഈ സമൂഹത്തിന്റെ മുൻപന്തിയിൽ നിന്ന ഒരു സമുദായം അവരുടെ ആചാര അന്ധവിശ്വാസങ്ങൾ കൊണ്ടൊക്കെ സമൂഹത്തിന്റെ അടിത്തട്ടിലേക്ക് ആഴ്ന്നുപോയൊരു കാലഘട്ടത്തിലാണ് NSS രൂപം കൊടുക്കുന്നത്. അതിനുശേഷം ഉണ്ടായ ഈ 97 വർഷം കൊണ്ട് നായർ സമുദായത്തിനും ഒട്ടേറെ നേട്ടങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ ഉണ്ടാകാതെ പോയ കോട്ടം വന്ന ചില കാര്യങ്ങൾ മാത്രം ഞാനിവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. കാരണം ഓണാഘോഷമാണ്. ഓണാഘോഷം എന്ന് പറയുന്നത് നമ്മൾ പലതും ഇന്ന് ഈ ചടങ്ങിന് വേണ്ടി മാത്രം നടത്തുന്നു. എന്തിനു വേണ്ടി നമ്മൾ ആഘോഷിക്കുന്നു, അനുസ്മരിക്കുന്നു എന്ന് ചിന്തിക്കാതെ ഒരു കൂട്ടായ്മയിൽ ഒരു ദിവസത്തെ പരിപാടിയൊക്കെ ആയിട്ട് പോയി മറന്നുമില്ല. അതുകൊണ്ട് സമൂഹത്തിൽ മൂല്യച്യുതി കൂടുന്നു. അപ്പൊ നിങ്ങൾക്കറിയാം, അന്നഹാസയുടെ സമരം പോലെ സമൂഹത്തിൽ മൂല്യച്യുതി വരുന്നതിന് കാരണം സമൂഹത്തിന്റെ ഭാഗമായ നമ്മളും ഒക്കെ അറിഞ്ഞോ അറിയാതെയോ മറ്റു പല അപരാധങ്ങളിലേക്ക് കടന്നു ചെന്നുപെടുന്നു ഈ ഒഴുക്കിൽ കൂടി. അതിനൊക്കെ ഇത്തരം കരയോഗ പ്രവർത്തനങ്ങൾ സസൂക്ഷ്മം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഏറ്റില്ലെങ്കിൽ നമ്മളിത് നടത്തി ഒരു ദിവസം ആഘോഷം നടത്തി കുട്ടികൾക്ക് കൊടുത്തു, ഒക്കെ നല്ല കാര്യം, എല്ലാം നല്ല. ഒരു ഊണ് കഴിച്ചു പിരിഞ്ഞു. ഇതുകൊണ്ട് സമുദായത്തിനോ സമുദായത്തിലുണ്ടാകുന്ന കുട്ടികൾക്കോ അടുത്ത തലമുറയ്ക്കോ എന്ത് ഗുണമുണ്ടാകും? ഒരു ഗുണമുണ്ടാവില്ല. നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്തിന്റെ പേരിലോട് കൂടി ഓണം ആഘോഷിക്കാം. ഓണത്തിന് കാരണക്കാരൻ ആരാ? വാമനനും മഹാബലി. ഈ മഹാബലി ചക്രവർത്തി ഒരു കാലത്ത് കേരളം ഭരിച്ചിരുന്ന മഹാബലി ചക്രവർത്തി അദ്ദേഹം അസുര ചക്രവർത്തി ആകൊണ്ട് ഇന്ദ്രൻ ഭയപ്പെട്ട് വാമനനെ അയക്കുകയും വാമനൻ അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നൊക്കെ ഐതിഹ്യം പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് കുറെ ഗുണങ്ങളുണ്ടായിരുന്നു. കള്ളവുമില്ല, ചതിയുമില്ല, കള്ളപ്പറയില്ല, കള്ളനാണയമില്ല എന്ന് പറഞ്ഞ വളരെയേറെ ഗുണങ്ങൾ. ഇന്ന് നമ്മൾ എവിടെ നിൽക്കുന്നു? ഇത് ആഘോഷിക്കുന്ന ഓണം വളരെ സന്തോഷപൂർവ്വം